ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ക്യാപ്ച എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ കുറേ പേർക്കൊന്നും കമ്പ്യൂട്ടറിൽ അത്രയ്ക്ക് വലിയ പരിചയമില്ല, കീബോർഡ് എന്തെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാപ്ച എങ്ങനെ ടൈപ്പ് ചെയ്യാം, നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റിൽ ഇതുപോലെ തന്നെയാണ് ക്യാപ്ച വരുന്നത്. അപ്പോൾ സബ്മിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ്റെ താഴെയാണ് സബ്മിറ്റ് ബട്ടൺ. ആ സബ്മിറ്റ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ക്യാപ്ച അപ്പിയർ ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ബോക്സ് ഉണ്ടാവും ക്യാപ്ച എഴുതാനായിട്ട്. അവിടെ നമ്മൾ മൗസിൻ്റെ ആരോ കൊണ്ടുവന്ന് വെച്ച് ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞിട്ട് ഞാൻ കീബോർഡിൽ സംഭവങ്ങളെല്ലാം പരിചയപ്പെടുത്താട്ടോ. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ കീബോർഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടായിരിക്കും ഇതെന്താ ഈ കീബോർഡ് പരിചയപ്പെടുത്തുന്നത്, എളുപ്പമുള്ള കാര്യമല്ലേ, ഇതെന്തിനെങ്ങനെ പരിചയപ്പെടുത്തുന്നത്, അറിയാൻ പാടില്ലാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കീബോർഡിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ക്യാപ്സ് ലോക്ക് ബട്ടൺ, പിന്നെ ബാക്ക് സ്പേസ് ബട്ടൺ, പിന്നെ വേണമെങ്കിൽ എൻ്ററും ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഒരു എക്സാമിന് ഇത്രയും സംഭവങ്ങൾ ഓർത്തിരിക്കുക. ക്യാപ്സ് ലോക്ക് ബട്ടൺ എന്താ, എയ്ഡ് തൊട്ടടുത്തായിട്ട് വരും. ബാക്ക് സ്പേസ് ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും, ഏകദേശം അതിൻ്റെ ആരോ വന്നിട്ടുണ്ട്. ആ പ്ലസിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടനാണ്. എൻ്റർ ബട്ടൺ ഒരു വലിയൊരു ബട്ടനാണ്, അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാലാണെങ്കിൽ മനസ്സിലാവും. ഇനി ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്യാപ്ച വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു റീഫ്രഷ് ബട്ടൺ കൂടിയുണ്ട്. ഈ റീഫ്രഷ് ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിള് അല്ല ഇങ്ങനെ ആരോ വരുന്ന ഈ ബട്ടണില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറാട്ടോ വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതൊരു ഗ്രീൻ കളറാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ഗ്രേ കളറാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ഗ്രേ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ബോക്സ് തന്നിട്ടില്ലേ, അതിനകത്ത് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. ഈ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന സംഭവം, അതായത് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിത്ത് നമ്പേഴ്സാണല്ലോ, മിക്സഡ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇടത് സൈഡിലെ ആ ബോക്സിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ ആദ്യം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാപ്സ് ലോക്ക് ഓണാണോ ഓഫാണോ എന്ന് നോക്കുക. ക്യാപ്സ് ലോക്ക് ഓണാണോ ഓഫാണോ എന്നറിയാൻ വേണ്ടി രണ്ട് രീതിയാണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആ ബോക്സിനകത്ത് വരുന്നത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ അല്ല എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണെന്നാണ്. അല്ലാത്ത പക്ഷം നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു നമ്പറിൻ്റെ നമ്മുടെ ഈ എന്താ ഫോണിലെ നമ്മൾ നമ്പർ അടിക്കുന്ന പോലെ ഒരു നമ്പേഴ്സ് കുറച്ച് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 1A, പിന്നെ ഒരു ആരോ മാർക്ക് താഴത്തേക്കായിട്ട് ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കൂടിയുണ്ട്. അപ്പോൾ അതിനകത്ത് A എന്ന് പറയുന്ന ബട്ടൻ്റെ താഴെ ലൈറ്റ് ഓൺ ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണ്. അതായത് നമ്മൾ ലെറ്റേഴ്സ് അടിച്ചു കഴിയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് വരികയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചു നോക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് അത് നോക്കുക, ഈ ഒരു സംഭവം കണ്ടോ, ക്യാപ്സ് ലോക്ക് ഓൺ ആണെന്ന് നോക്കുക. എന്നിട്ട് ക്യാപ്സ് ലോക്ക് ഓൺ അല്ലെങ്കിൽ ഓൺ ആക്കുക, ക്യാപ്സ് ലോക്ക് പിടിച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഡബ്ല്യുവിൽ ഞെക്കുക. അപ്പോൾ നമ്മുടെ W അവിടെ വരും, എൻ്റർ ആയിക്കോളും. പിന്നെ D ഞെക്കുക, അപ്പോൾ ക്യാപിറ്റൽ D വരും. പിന്നെ അടുത്ത എന്താണ് തന്നിരിക്കുന്നത്, 5 ഞെക്കുക. ഇവിടെ നമ്പർ ഉണ്ട്, ആ സൈഡിൽ നമ്പർ ഉണ്ട്, അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 5 ഞെക്കുക, അപ്പോൾ 5 എൻ്റർ ആവും. എന്നിട്ട് പിന്നെ N ഞെക്കുക, അപ്പോൾ ക്യാപിറ്റൽ N എൻ്റർ ആവും. പിന്നെ 2 ഞെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ കൊടുക്കുന്ന 2 എൻ്ററായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് താഴെ തന്നിരിക്കുന്ന സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. പിന്നെ ഈ ഒരു സൈഡിൽ നമ്പേഴ്സ് ഉണ്ട്, ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞെക്കാം. അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്പേഴ്സ് ഉണ്ട്, ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുള്ളൂ. നമ്മൾ കുറേ തവണ ടെൻഷൻ അടിച്ച് ഞെക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവില്ല. പിന്നെ ഈ ഒരു നമ്മൾ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത്
ഈ ക്യാപ്ച ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. അതും പറഞ്ഞിട്ട് ഈ ഒരു റീഫ്രഷ് ബട്ടൺ ഓട്ടോമാറ്റിക്കലി വർക്കാവും. അപ്പോൾ ഈ ഒരു WD5N2 എന്ന് ഈ ബോൾഡിൽ എഴുതിയിട്ടില്ലേ റൈറ്റ് സൈഡിൽ, അത് ഓട്ടോമാറ്റിക്കലി മാറും, വേറെ വേർഡാവും. അപ്പം നമ്മളത് അതുപോലെ തന്നെ എൻ്റർ ആക്കി കൊടുക്കുക.